തിരുവിതാംകൂറിലെ അധസ്ഥിതരെ ഉദ്ധരിക്കാൻ ശ്രീ നാരായണ ഗുരുദേവൻ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് മലബാറിലെ തീയർ തങ്ങളുടെ അവശതകൾക്ക് പരിഹാരം കാണുവാൻ ഗുരുദേവനെ കാണുവാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് വരൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ ശിവഗിരിയിലെത്തി. തങ്ങളുടെ യാതനകൾ അദ്ദേഹം ഗുരുദേവ സമക്ഷം വിവരിച്ചു. ഗുരുദേവൻ തലശ്ശേരിയിലെത്തി വേണ്ട നിവൃത്തിയുണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. കുഞ്ഞിക്കണ്ണന്റെ ആവശ്യപ്രകാരം ഗുരുദേവൻ മഹാകവി കുമാരനാശനെ തലശ്ശേരിയിലേക്ക് അയച്ചു. 1905 ജൂലൈ 9 ചെറുവാരി കൃഷ്ണന്റെ പറമ്പത്ത് എന്ന ഭവനത്തിൽ സമുദായ സ്നേഹികളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. തിരുവിതാംകൂറിൽ അവർക്കിടയിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജാതി സമ്പ്രദായങ്ങളെയും ഉന്മൂലനം ചെയ്യുവാൻ ഗുരുദേവൻ ഒരുപാട് നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അവർണർക്കായി ഗുരുദേവൻ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഈഴവരുടെ സർവതോന്മുഖമായ ഉന്നമനത്തിനായി 1078 ധനുമാസം 23-ാം തീയതി SNDP യോഗം സ്ഥാപിച്ചു. തലശ്ശേരിയിൽ ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതനുസരിച്ച് ശ്രീ ജ്ഞാനോദയ യോഗം രൂപീകരിച്ച് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സംഭാവന സമാഹരണം ആരംഭിച്ചെങ്കിലും സമുദായാംഗങ്ങളിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിച്ചില്ല. ഇത് ക്ഷേത്ര നിർമ്മാണം വൈകുന്നതിന് കാരണമായി. ഇക്കാര്യം ശിവഗിരിയിലെത്തി ഗുരുദേവനെ ധരിപ്പിച്ചു. ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. ഇതോടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ശ്രീ ജ്ഞാനോദയ യോഗം ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടുപോയി. 1905 സെപ്റ്റംബറിൽ ജ്ഞാനോദയ യോഗത്തിന്റെ പ്രതിനിധിയായി കുഞ്ഞിക്കണ്ണൻ വീണ്ടും ശിവഗിരിയിലെത്തി ഗുരുദേവനെ തലശ്ശേരിയിലേക്ക് ക്ഷണിച്ചു. ഈ ക്ഷണം സ്വീകരിച്ച് 1906 മാർച്ച് 17 ശനിയാഴ്ച രാത്രി 8:30 ഗുരുദേവൻ തലശ്ശേരിയിലെത്തി. അവിടുത്തെ താമസത്തിനിടയിൽ ശ്രീനാരായണ ഗുരുദേവൻ ധാരാളം തീയ പ്രമുഖരെ സന്ദർശിക്കുകയും അവരോടെല്ലാം ക്ഷേത്രത്തിന്റെ ആവശ്യകത പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ക്ഷേത്രം സ്ഥാപിക്കുവാൻ പല സ്ഥലങ്ങളും നോക്കിയതിനു ശേഷം മാർച്ച് 22-ാം തീയതി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മഠത്തിൽ എന്ന പറമ്പ് ഗുരുദേവൻ സന്ദർശിച്ചു. മഠത്തിൽ പറമ്പ് ഗുരുദേവന് വളരെ ഇഷ്ടമായി. ക്ഷേത്രത്തിന് ഈ ഭൂമി കൊള്ളാം. ചെറുവാരി കൃഷ്ണന്റേതായിരുന്നു ഈ സ്ഥലം. 2500 രൂപ വില നിശ്ചയിച്ച് ഈ സ്ഥലം ജ്ഞാനോദയ യോഗത്തിന് അദ്ദേഹം വിട്ടുകൊടുത്തു. ഈ സ്ഥലത്ത് മാർച്ച് 23-ാം തീയതി വെള്ളിയാഴ്ച രാവിലെയുള്ള ശുഭമുഹൂർത്തിൽ ഗുരുദേവൻ തന്നെ കുറ്റിയടിക്കുകയും ചെയ്തു. അതിനടുത്ത ദിവസം ഗുരുദേവൻ ശിവഗിരിക്ക് മടങ്ങി. അക്കൊല്ലം ഏപ്രിൽ 21 മഹാകവി കുമാരനാശാന്റെ സാന്നിധ്യത്തിൽ കൊറ്റിയത്ത് രാമുണ്ണി അവർകൾ ക്ഷേത്രത്തിന് മുഹൂർത്തക്കല്ല് സ്ഥാപിച്ചു. അന്ന് തന്നെ അവിടെ ഒരു ഭണ്ഡാരക്കുറ്റിയും വച്ചു. 2 കൊല്ലം കൊണ്ട് പല ചില്ലറകളായി 7600 രൂപയോളം ഇതിൽ കാണിക്ക ലഭിച്ചു. ക്ഷേത്രം തന്നെ ക്ഷേത്രമുണ്ടാക്കുമെന്ന ഗുരുവചനം അങ്ങനെ അന്വർത്ഥമായി.